ക്രാഫ്റ്റിൻ്റെ ഈ വേദിക്ക് നന്ദി, പ്രൗഢമായ സദസ്സിന് നന്ദി, പ്രദീപേട്ടൻ്റെ ക്ഷണം അതിന് പ്രത്യേകം നന്ദി. ജെറിസാറുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. അദ്ദേഹത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചെടുക്കാൻ ശ്രമിക്കാം. അത്രയുമേ ഉള്ളൂ റോൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമുക്ക് പറ്റുന്നത്രയും പാട്ടുകളിലൂടെ ഈ യാത്ര സുഗമമായിട്ട് പോവുകയും ചെയ്യും. സാറിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ചിത്രം കൂടി ഈ സെഷനിലൂടെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. സാർ ഫോർട്ട് കൊച്ചിയിലാണ് സാറിൻ്റെ ജനനം. അതൊക്കെ നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച് വളർന്ന് പിന്നീട് സെമിനാരി വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ നിന്ന് ആദ്യം പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്. പിന്നീട് ഒരുപക്ഷെ മലയാളത്തിലെ ഇതുവരെയുള്ള സംഗീത സംവിധായകരിൽ ജെറിസാറിന് മുമ്പും അതിന് പിൻപും ഒരാളും അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാശ്ചാത്യ സംഗീതത്തിൽ ബിരുദം നേടിയ ശേഷം സിനിമയിൽ വന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതൊരു അപൂർവതയാണ്. സാറ് തന്നെ സാറിൻ്റെ സംഗീതയാത്രയുടെ കാര്യങ്ങൾ നമ്മളോട് പറയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പാണ്ടിക്കുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനെ നസ്രത്ത് എന്നും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ജനിച്ചത് പാണ്ടിക്കുടി അല്ലെങ്കിൽ നസ്രത്താണ്. എൻ്റെ അപ്പൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു. അമ്മ എറണാകുളത്തുകാരി. സെയിൻറ്റ് ടെറീസാസിലെ ഇൻഫൻറ്റ് ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. I was born as the fourth child of this couple. My eldest brother, who was in America, when I wanted to go there, helped me. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം സഹായിച്ചു. So I was born in Fort Cochin, lived with my parents for 5 years. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, ഇവനെ എറണാകുളത്ത് കൊണ്ടുവരാം, എന്നിട്ട് സെയിൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൽ ചേർക്കാം, അത് 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എറണാകുളത്തായി. 5ാമത്തെ വയസ്സ് 6ാമത്തെ വയസ്സ് അങ്ങനെ സെയിൻറ്റ് ആൽബർട്ട്സിൽ ഞാൻ 1945 ചേർന്നു. 1955 10ാം ക്ലാസ് പാസ്. സെയിൻറ്റ് ആൽബർട്ട്സിൽ എനിക്ക് കിട്ടിയ ഒരു ഗുണം, ഞാൻ മലയാളം പഠിച്ചില്ല എങ്കിലും സംസ്കൃതം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കാനിടയായി. ഒരു മിസ്റ്റർ ശർമ്മ, ഒരു കുടുമിയുള്ളൊരു മാസ്റ്റർജിയായിരുന്നു. വളരെ ശാന്തശീലനും വളരെ സ്നേഹമുള്ള ഒരു ടീച്ചറായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരിക്കലും അരിശപ്പെടുമായിരുന്നില്ല. സോ അദ്ദേഹത്തിൽ നിന്ന് ഏതാനും സ്മാറ്ററിങ് ഓഫ് രഘുവംശവും പിന്നെ ശാകുന്തളത്തിൻ്റെ ഏതാനും പദ്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ സംസ്കൃതമായിട്ടൊന്ന് ഇടപഴകി. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ I found out that basic Sanskrit is so useful to understand the meaning of the words as well as see the roots and the pronunciation also. All these things. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോകം നന്നാക്കണമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ബെസ്റ്റ് തിങ് മേ ബി എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു എന്താ പറയുക ട്രഡീഷണൽ ഓർ ഓർത്തഡോക്സ് കാത്തലിക് ഫാമിലിയാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് മുഴുവൻ നമ്മുടെ ഭാഗ്യം, നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്ന സ്വർഗത്തിലാണ്. ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും മുകളിൽ ചെല്ലാൻ നോക്കണം. അവിടെ ചെന്നിട്ടാണ് സംഭവം എല്ലാം നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ വളർന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ കൂട്ടത്തിൽ കുറേ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ അച്ഛനായില്ല, കേരളത്തിലെ അച്ഛനാകാൻ ഞാൻ ശ്രമിച്ചില്ല. വടക്കേ ഇന്ത്യയിൽ പാവപ്പെട്ട
ട്രൈബൽസിൻ്റെ അവിടെ അവരോടുകൂടി ജീവിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഐഡിയയോടുകൂടി ഒരു മിഷനറി സഭയിലേക്ക് ചേർന്നു. ദോസ് മിഷനറി ഫാദേഴ്സ് ഹാഡ് കം ഫ്രം ജർമ്മനി. 1932 അവർ വന്നു. ആൻഡ് ദേ വർ ട്രെയിനിങ് ഇന്ത്യൻ യങ് പീപ്പിൾ ടു ബിക്കം പ്രീസ്റ്റ് ആൻഡ് ടു എന്താ പറയുക, ഡിസെമിനേറ്റ് ദി ഗുഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ഇന്ത്യൻസ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഫാദർ എംഗൽബർട്ട് സൈറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഹിറ്റ്ലർ എന്ന പേര് ഓർത്തിരിക്കും. അതുപോലത്തെ ഒരു പേരാണ് സൈറ്റ്ലർ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇന്ത്യൻ സംസ്കാരം വളരെ പുരാതനവും വളരെ റിച്ചുമാണ്. ഈ സംസ്കാരത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ വഴിയരികിൽ നിന്നൊരു തമ്പൂറും പിടിച്ചുകൊണ്ട് ഡും 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 കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ബട്ട് ഇഫ് യു ലിസൺ ആൻഡ് ലുക്ക് അറ്റ് what the Hindus have achieved in terms of all knowledge, let it be astrology, astronomy, physics, chemistry, poetry, dance, sculpture, take any human activity, they have reached a pinnacle long before the West. And so, if you want to give the message of Jesus to these your compatriots, you have to give it to them in the way they understand. That is, through poetry, through music, through dance, through literature, and so on and so forth. ഇത് എന്നെ കാര്യമായിട്ട് സ്പർശിച്ചു. അങ്ങനെ I studied, and later on I decided being a priest is not the solution. My calling മ്യൂസിക്കിലാണ് എന്നെനിക്ക് തന്നെ ഒരു ബോധമുണ്ടായി. അങ്ങനെ I decided to leave the so-called priesthood, and I was lucky to be sent to Bombay, and there I happened to meet Mr. Naushad, the big music director of those days. This was in 1964-65, and he took a fancy to me, and എന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് one of the many ശിഷ്യൻസ് ആയിട്ട് എടുത്തു. ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മുഹമ്മദ് ഷഫി എന്ന് പറയുന്ന വലിയ ഒരു സിത്താറിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പരമ്പരാഗത സിത്താറിസ്റ്റായിരുന്നു. പക്ഷേ അനിൽ ബിശ്വാസ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിനോട് കൂടി അദ്ദേഹം മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അനിൽ ബിശ്വാസ് ലെഫ്റ്റ് ദ ഫിലിം ഫീൽഡ് സെയിങ്, നമ്മുടെ സിനിമയിൽ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അതിപ്രസരം വരുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അനിൽ ബിശ്വാസ് എന്ന് പറയുന്ന മഹാരഥനായ ഒരു മ്യൂസിക് ഡയറക്ടർ ലെഫ്റ്റ് ദ ബോംബെ ബോളിവുഡ് സീൻ, ആൻഡ് ഹി വെൻറ്റ് ആൻഡ് ബിക്കെയിം what shall I say, in charge of the Doordarshan in Delhi. So I was lucky to be in the company of Mr. Muhammad Shafi, who was doing conducting, he was composing, he was orchestrating, and so on and so forth. അങ്ങനെ ഞാൻ നൗഷാദിൻ്റെ ഗ്രൂപ്പിൽ ഒരു ഏറ്റവും ചെറിയ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് നമ്മുടെ സംഗീത സംവിധായകർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു സൗഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. സാറ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുഹമ്മദ് റാഫി സാഹിബിനെ, അതുപോലെ മുകേഷ് സർ, അതുപോലെയുള്ള മഹാഗായകരെയൊക്കെ, ലതാജി, അവർക്കൊക്കെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് സാറിൻ്റെ കോമ്പോസിഷൻസ് അല്ലേ? അത് എൻ്റെ അവിടുത്തെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ചെന്നപ്പോൾ അവർ പാൽക്കി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആരംഭഘട്ടത്തിലായിരുന്നു. അപ്പം അദ്ദേഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, SU സനി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ 10 കൊല്ലം മുമ്പ് ഈ പടം തുടങ്ങി വെച്ചു. അക്കാലത്ത് മുഹമ്മദ് റഫി അല്ലായിരുന്നു ജനങ്ങളുടെ എന്താ പറയുക, ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഗായകൻ. അന്ന് തലത് മെഹ്മൂദ്. അപ്പോൾ തലത് മെഹ്മൂദിൻ്റെ വോയിസിൽ അവരൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ പാട്ട് ഇങ്ങനെയായിരുന്നു:
कल रात जिंदगी से मुलाकात हो गई, लब थर थरा रहे थे मगर बात हो गई, कल रात जिंदगी से മുലാഖാത്ത് ഹോ ഗയി. ഈ പാട്ട് തലത്ത് മുഹമ്മദ് പാടി അവർ കംപ്ലീറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ പുതിയ ഡയറക്ടറും പുതിയ പ്രൊഡ്യൂസറും വന്നിട്ട് പറഞ്ഞു തലത്ത് മുഹമ്മദിൻ്റെ വോയിസ് വേണ്ട, അതിപ്പോൾ ഓടില്ല. അതിന് പകരം നമുക്ക് റഫീ സാഹിബിനെ തന്നെ കൊണ്ടുവരും. അപ്പോൾ ബസ് നൗഷാദ് എനിക്ക് ഈ റെക്കോർഡിങ് ഒരു കാസറ്റിൽ ഉണ്ടായിരുന്നത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ജെറി യു ലിസൺ ടു, ഇതിൻ്റെ അകത്ത് കേട്ടിട്ട് എല്ലാം എഴുതിയെടുക്കുക, നമുക്ക് ഈ പാട്ട് അങ്ങനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അതായത് രണ്ടാമത് റെക്കോർഡ് ചെയ്യണം. അതിന് റഫീ സാറിനെ കൊണ്ട് നമുക്കിത് പാടും. അപ്പം അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഐ ഹാഡ് ദി ബിഗ് ജോബ് ഓഫ് മേക്കിംഗ് ഷുവർ റഫീ സാബ് ഈ നോട്ട്സ് കറക്റ്റായിട്ട് പാടുന്നതായിട്ടും നൗഷാദ് സാബ് ആദ്യം പഠിപ്പിക്കും, എന്തെങ്കിലും നീക്ക് പോക്കുകളുണ്ടെങ്കിൽ ഞാനതെടുത്ത് പറഞ്ഞ് കേൾപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള സിനിമ മറ്റുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സ് മുകേഷ് ആയാലും മഹാതമാശകാരനായിരുന്നു. അദ്ദേഹം ഞങ്ങളൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു, എന്താ പറയുക, मैंने हिंदी मैं क्या करूँ भाई, मेरा बेसुर हमारे लोगों को बहुत पसंद है. അതായത് എൻ്റെ അപശ്രുതി കേൾക്കാൻ നമ്മുടെ ഇന്ത്യക്കൊക്കെ വലിയ ഇഷ്ടമാണെന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത്. മുകേഷ് നമ്മൾ നല്ല പാട്ടുകാരനായിട്ട് കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നു ഞാൻ അപശ്രുതിയാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും പാട്ട് പഠിപ്പില്ല. ലതാജിയെ ഞാൻ നേരിട്ട് പാട്ട് പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ചില സംഗതികൾ വന്നപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സുമൻ കല്യാൺപൂർ, പിന്നെ ആരാണ്, ആരൊക്കെയാണ്, മുഹമ്മദ് റഫീ, മുകേഷ്, മന്ന ഡേ വാസ് എ വെരി ഓപ്പൺ മാൻ ആൻഡ് ഐ ഹാവ് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം, ടീച്ച് ഹിം, സിംഗ് ഫോർ ഹിം ആൻഡ് സോ ഓൺ സോ ഫോർത്ത്. It was part of my job. It was not that I was such a big guy and I was giving some great wisdom to these people. No, it was my job. അതുപോലെ നമ്മുടെ ഭാഷയിൽ ജെറി സാർ ചെയ്ത പാട്ടുകൾ പാടാൻ അദ്ദേഹം മലയാളത്തിലെ പ്രമുഖരായ എല്ലാ പാട്ടുകാരുടെയും ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അതാണ്, ഒരുപക്ഷെ പുരുഷ ശബ്ദത്തിൽ. ഈ അടുത്ത് നമ്മളെ വിട്ടുപോയ ഭാവഗായകൻ ജയേട്ടൻ സാറിൻ്റെ ആദ്യ ചിത്രം മുതൽ അല്ലേ, മമത എന്ന് പറഞ്ഞ സിനിമയിലാണ് അല്ലേ. അതുപോലെ നിരവധി സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതുപോലെ അടുത്ത ജനറേഷൻപ്പെട്ട ഉണ്ണിമേനോൻ ചേട്ടൻ്റെ പാട്ടുകൾ, അതുപോലെ MG ശ്രീകുമാർ, എല്ലാവരും ഒരു പാട്ടെങ്കിലും ഹിറ്റായ ഒരു പാട്ടെങ്കിലും ജെറി സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ സംഗീത ജീവിതത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സാറിൻ്റെ സംഗീതത്തിലാണ് അല്ലേ, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. അതിങ്ങനെയാണ് we should be very accurate about it. Chitra was already a playback singer. ഞാൻ അവിടെ ചെല്ലുമ്പോൾ MG രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ചിത്രയും അരുന്ധതി എന്ന് പറഞ്ഞൊരു നല്ല പാട്ടുകാരി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരു പാട്ട് പാടി, ഒരു തിര പിന്നെയും തിര എന്നുള്ള സിനിമയ്ക്കുള്ള ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അരുന്ധതി ഈസ് എ വെരി ഗുഡ് സിംഗർ, വെരി പവർഫുൾ വോയിസ് ആൻഡ് ഓൾ ദാറ്റ്. Chitra, not a very powerful voice, but very clean voice. And whenever Chitra sang, the needle of the recording machine would come and stand in the ideal zero position. But if Chitra is singing on the low register Shiri, upper register Shiri, the needle would come and stand always steadily at that zero point, which was not the case with Arundhati. Arundhati നല്ല ഫുൾ വോളിയത്തിൽ പാടുമ്പോൾ നീഡിൽ ചാടി ചുമപ്പിലേക്ക്, താഴെ പാടുമ്പോൾ നീഡിൽ താഴേക്ക്. അങ്ങനെ ഒരു ഐ മെയ്ഡ് എൻ ഒബ്സർവേഷൻ. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഇരിക്കുമ്പോഴാണ് നവോദയ അപ്പച്ചൻ ഈ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമ എടുക്കാൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന ഘടകം അദ്ദേഹം പറഞ്ഞത്, മദ്രാസിൽ നിന്ന് മ്യൂസിഷ്യൻസിനെ എല്ലാവരെയും കൊണ്ടുവന്നാൽ ഭയങ്കര ചിലവാണ്, എല്ലാവർക്കും ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കണം, എല്ലാവരെയും ഹോട്ടലിൽ താമസിപ്പിക്കണം,
എല്ലാവരും ബൈ എയറോപ്ലെയിൻ കൊണ്ടുവിടണം. അപ്പോൾ ഇതൊക്കെ വേണ്ട. നമുക്കിവിടെ എല്ലാവരും ഇവിടെയുള്ള പിള്ളേർ വെച്ചുകൊണ്ട് വെറുതെ ചെയ്യാൻ പറ്റുമോ എന്ന് മിസ്റ്റർ നവോദയ അപ്പച്ചൻ എന്നോട് ചോദിച്ചു. അന്ന് വരെ ആരും അങ്ങനെ സിനിമയ്ക്കായിട്ട് തരങ്കിണി തിരുവനന്തപുരത്ത് ആരും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മദ്രാസിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ എറണാകുളത്ത് നിന്ന് നമുക്ക് നല്ല കുറേ മ്യൂസീഷ്യൻസിനെ കൊണ്ടുവരാമല്ലോ. പിന്നെ തിരുവനന്തപുരത്ത് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്. പിന്നെ വിമൻസ് കോളേജ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പ്രഗത്ഭമായ ഒരു കോളേജിൽ നന്നായിട്ട് പാടുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ വെച്ച് നമുക്കൊരു കൈ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് ഈ മാമാട്ടിക്കുട്ടിയമ്മയിൽ ചിത്രയെ കൊണ്ടുവരാനുള്ള ചിന്ത വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അരുന്ധതിയും ചിത്രയും കേട്ടു, ഇതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ചിത്ര വിൽ ബി ഐഡിയൽ ഫോർ ആ പർപ്പസ്. അങ്ങനെ ചിത്രയെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ള പാട്ടിന് വേണ്ടി സെലക്ട് ചെയ്തു. പാട്ട് നമുക്ക് പാടുന്നു. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. കൊന്നപ്പൂഞ്ചോലകളിൽ കൊളിച്ചൊരുങ്ങി കൊന്നപ്പൂഞ്ചോലകളിൽ കൊളിച്ചൊരുങ്ങി തുമ്പിക്കൊരുന്നേ തുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളി വാ. ഒരു മണി തിന്നലിൽ നീതിലേ വാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി പോവാണ്. സാറ് അമേരിക്കയിലുള്ള പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വെസ്റ്റേൺ സംഗീതത്തിൽ ഗ്രാജുവേഷൻ പഠിച്ചത്. ഈ സംഗീത സംവിധാനം എന്നതിനപ്പുറത്തേക്ക് സാറ് ഓർക്കസ്ട്രേഷൻ, അതുപോലെ തന്നെ കമ്പോസിങ് എന്ന് പറഞ്ഞ ഉണ്ടോ? പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പഠിച്ചിട്ട് അതിന് ശേഷമാണല്ലോ സാറ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യുക അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സാറ് അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ US സാർ പഠിച്ച് കഴിഞ്ഞ സമയത്ത് ആണോ ഈ ഓഫർ വരുന്നത്, അതോ തിരിച്ച് നാട്ടിൽ വന്നിട്ടാണോ? ഞാൻ കഥ പറയാം. ഞാൻ നൗഷാദ് സാഹിബിൻ്റെ കൂടെ 65, 6, 7, 8, 9, 69 വരെ ജോലി ചെയ്തു. ഇൻ ദോസ് ഡേയ്സ് ദ ഫിലിംസ് വെർ ദ ഫോളോയിങ്: ആദ്മി, പാൽക്കി, സംഘർഷ്, രാം ഓർ ശ്യാം, ദിൽ ദിയ ദർദ് ലിയ, ഗവാർ എന്നൊക്കെ പറഞ്ഞ സിനിമ പാടുക. അതിൻ്റെ അകത്ത് ദിലീപ് കുമാറും രാജേന്ദ്ര കുമാറൊക്കെ ആയിരുന്നു ഹീറോസും. പിന്നെ വൈജയന്തിമാല, വഹീദ റഹ്മാൻ, ആ അപ്പർ സ്റ്റാൻഡേർഡിലുള്ള ആളുകളുടെ പടങ്ങളായിരുന്നു നൗഷാദ് സാഹിബ് മ്യൂസിക് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തിരുന്നത് ഗോവക്കാരായ മ്യൂസിഷ്യൻസ്. അവർക്കാണ് ഈ കോഡ്സ് അറിയാവുന്നതും അവരാണ് ഫ്ലൂട്ട് എവിടെ വായിക്കണം, വയലിൻസ്, കംപ്ലീറ്റ് വയലിൻ, വിയോല, ചെലോ, ഡബിൾ ബേസ് എന്ന് പറയുന്ന ഹോൾ വയലിൻ ഫാമിലിയെ ഉപയോഗിക്കാനൊക്കെ അറിഞ്ഞിരുന്നത് അവർക്കാണ്. അവർ നൊട്ടേഷനൊക്കെ എഴുതി കൊടുക്കും. നൗഷാദ് സാഹിബ് പറയുന്ന ചില ബിറ്റ്സൊക്കെ അവർ എഴുതിയെടുക്കും. പിന്നെ അവർ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് വലിയ എന്തൂസിയാസം തോന്നിയെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഗോവാക്കാർക്കും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി അത്ര പിടുത്തമില്ല. ഉദാഹരണത്തിന് സരിഗപധസ മോഹനം എന്ന് പറയുന്ന പാട്ടിൽ രാഗത്തിൽ ഗോവക്കാർ സരിഗപ അതിന് ഒരു കോഡിടും, സി മേജർ കോഡ്, സഗപ ഇടും. സഗപ ധ ഇടുമ്പോൾ ആ ധ നോട്ട് വരുമ്പോൾ ഗോവക്കാർ എഫ് മേജർ കോഡ്. എഫ് മേജർ എന്ന് വെച്ചാൽ മായാണ് അതിൻ്റെ അകത്ത് ബേസ്. പക്ഷെ മോഹനത്തിൽ മായില്ല. അതൊരു അനോമലി ആയിട്ട് എനിക്ക് തോന്നി. ഈവൻ ദോ ഇറ്റ് സൗണ്ടഡ് ഓക്കെ, ബട്ട് സോ ഐ തോട്ട് ദ ഐഡിയ വിൽ ബി ടു പുട്ട് സി
ഈ ജി കഴിഞ്ഞിട്ട് എ മൈനർ കോഡ് ഇട്ടാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. നമ്മൾ രാഗത്തോട് കുറേ കൂടി എന്താ ചേർന്ന് പോകും, ന്യായം പുലർത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ കുറേ ഫൈനൽ പോയിൻറ്റ്സ് ആണെങ്കിൽ ഞാൻ ഈ ഗോവക്കാരുടെ ഓർക്കസ്ട്രേഷനിലും സെലക്ഷൻ ഓഫ് ദ കോഡ്സിലും പഴുതുകളുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പം ഇത് ശരിക്കും അറിയണമെങ്കിൽ ഞാൻ തന്നെ ഇത് ശരിക്കും പഠിക്കാതെ നിവർത്തിയില്ല. അവരുടെ കുറ്റം കണ്ടു പറഞ്ഞത് കാര്യം നമ്മൾ എന്ത് കറക്ഷൻ ക്യാൻ വി ഡു എന്നുള്ള ചിന്തയിലേക്ക് പോയപ്പോഴാണ് ഐ ഡിസൈഡഡ് ടു ലീവ് ദി ബോംബെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി under Mr. Naushad, and I asked my brother who was in America at the time, eldest brother, Mr. V.J. Karmelas എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ വീട്ടിൽ കാർമൽ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണം. then he said I studied pharmacy in a small university in New Orleans, that is in the southern part of the United States, New Orleans. I can arrange a scholarship for you there എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് അവിടെ ഒരു സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഭാഗ്യത്തിന് ആ യൂണിവേഴ്സിറ്റി നടത്തിയിരുന്നത് കുറേ കന്യാസ്ത്രീകളാണ്. They had come from Philadelphia to improve the educational background of the black people in the south. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തത്. കൂട്ടത്തിൽ കുറേ ഫോറിൻ സ്റ്റുഡൻസിനെ അവരെടുത്തു. അങ്ങനെ അവിടെ പഠിക്കുമ്പോൾ the sisters told me, since they knew I was an ex-seminarian, സെമിനറിയിൽ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞു, Jerry, you need not waste time studying all the other subjects. You are already well qualified in that. So focus on music എന്ന് പറഞ്ഞിട്ട് 4 കൊല്ലത്തെ കോഴ്സ് ഞാൻ 2 കൊല്ലം കൊണ്ട് കവർ ചെയ്തു. നന്നായിട്ട് ഭാഗ്യത്തിന് നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഗൈഡ് ചെയ്തിരുന്ന ഒരു എൽഡർലി സിസ്റ്റർ ആലിസ് യൂജീൻ ടൈ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലേഡി nun. She told me, Jerry, you should not go to state universities. You should go for your master's or PhD in a what they call Ivy League university. എന്ന് വെച്ചാൽ അമേരിക്കയിൽ അക്കാലത്ത് 2500 സ്റ്റേറ്റ് റൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് അല്ല, സ്റ്റേറ്റ് what do you call state guided or state funded. 2500 യൂണിവേഴ്സിറ്റി, 2500 കോളേജല്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അവിടെ കാര്യങ്ങൾ നല്ലതാണെങ്കിലും you should get better opportunity in what they called Ivy League university. So she asked me to apply to various Ivy League universities such as Columbia, Cornell, MIT, UCLA, സ്റ്റാൻഫോർഡ്, യേൽ, ഇങ്ങനെ കുറേ വമ്പൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുണ്ട്. എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തു. അവരെല്ലാവരും എനിക്ക് അഡ്മിഷൻ തന്നു. പക്ഷേ കോർണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എനിക്ക് അഡ്മിഷനും തന്നു. പിന്നെ അവിടെ നോൺ മ്യൂസിക് മേജേഴ്സിനെ പഠിപ്പിക്കാൻ ക്ലാസ് റൂമിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു ജോലിയും തന്നു, അതിനുള്ള പൈസയും തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു beggars can't be choosers. So I accepted the Cornell University scholarship. And I studied there for 5 years. My aim was to take a PhD in music. But I found ഞാനൊരു കിളവനാവും അത് ചെയ്ത് തീരുമ്പോൾ. അത്ര ടഫായിരുന്നു. Because I had to compete with all the Jewish boys and girls from New York City. അവിടെ നിന്നുള്ള ഒരു വലിയ ഒരു ജനസമൂഹം കോർണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമായിരുന്നു. ഈ കോർണൽ യൂണിവേഴ്സിറ്റി ഈസ് അബൌട്ട് 250 miles നോർത്ത് വെസ്റ്റ് ഓഫ് ന്യൂയോർക്ക് സിറ്റി. പക്ഷേ ന്യൂയോർക്കിലുള്ള എല്ലാ കുട്ടികളും ഫൈനലി ഇവിടെ വന്നാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ PhD ഒക്കെ എടുക്കുക. അങ്ങനെ ഞാൻ അത് സ്ട്രഗിൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി PhDയിലേക്കൊന്നും പോകണ്ട, തൽക്കാലം മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. And a master's degree in composition. So my degree is Master of Fine Arts in Composition. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് എടുത്ത് പറയുകയാണ്. കാരണം ഇപ്പോൾ ഈ
കോർണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഊട്ടി പോലത്തെ ഒരു മലമ്പ്രദേശത്താണ്. നല്ല കാലാവസ്ഥയൊക്കെ, പക്ഷേ തണുപ്പ് കാലത്ത് നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഐസൊക്കെ ഫോം ചെയ്യുമ്പോൾ തെന്നി വീഴാനും കാലൊടിയാനൊക്കെ ചാൻസ് ഉള്ള സ്ഥലമാണ്. എന്തായാലും അവിടെ 25,000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. 25,000 സ്റ്റുഡൻസ്, ഔട്ട് ഓഫ് വിച്ച് only 200 students were in the music department. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ like physics, chemistry, all the traditional subjects they had. So many Indians were there. And എനിക്ക് മുമ്പ് 10 കൊല്ലം മുമ്പ് J.R.D. Tata was also a student in Cornell University. J.R.D. Tata. ഞാനൊക്കെ വരുന്നതിന് മുമ്പ് 10 കൊല്ലം ഏർലിയറായിരുന്നു. അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരവിടെ ഒട്ടുമുക്കാലും ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്ട്സുകളായിരുന്നു ഫോക്കസ്. മ്യൂസിക്കിൽ ഞാൻ തനിച്ചത് ഒറ്റ മനുഷ്യനെ ഉണ്ടായിരുന്നു. അപ്പോൾ 200 പേരിൽ ഞാനൊരു ഇന്ത്യൻ. അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് നോട്ട് എ ബിഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ്സ് എ സ്മോൾ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പയർഡ് ടു ദി അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ 200 പേരിൽ ഒട്ടുമുക്കാല സ്റ്റുഡൻസും ഡിഗ്രി എടുത്തിരുന്നത് സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ആളുകളാകാനായിട്ട്, ടീച്ചേഴ്സ്, മ്യൂസിക് ടീച്ചേഴ്സാണ്. പിന്നെ കോമ്പോസിഷൻ പഠിക്കാനായിട്ട് ഈ 200 പേരിൽ വെറും 8 പേരേ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഉൾപ്പെട്ടു. അങ്ങനെ വളരെ ഒരു നീഷ് കോർണറിൽ നിന്നാണ് ഞാൻ ഈ ഡിഗ്രി എടുത്തത്. അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഐഡിയ വാസ് ടു കമ്പൈൻ our own music, Indian music, whatever, whether it is classical or folk or whatever, it should be fused correctly with Western classical music. I was not interested in rock and roll or, what do you call it? All the other popular music of America was not in my horizon. I was focused on Western classical music, meaning Beethoven, Mozart, our type of people and their seniors and their juniors. സാറിൻ്റെ അതുപോലെ തന്നെ സാറിൻ്റെ പേര് ഒഫീഷ്യൽ നെയിം തോമസ് ജെറോം. തോമസ് ജെറോം എൻ്റെ ഒഫീഷ്യൽ നെയിം. സാറ് തന്നെ ആണ് സ്വന്തം പേര് പരിഷ്കരിച്ച് ജെറി അമൽദേവ് എന്നാക്കി. അത് മൊസാട്ടിനോടുള്ള ഒരു ആരാധനയിൽ ആണ് എന്ന് പറഞ്ഞു കേട്ടു. അതൊരു വശം. വേറെ 2 വശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മോസാട്ടിൻ്റെ റിയൽ നെയിം ഈസ് അമദേയൂസ് മോസാട്ട്, വോൾഫ്ഗാങ് അമദേയൂസ്. അമൽദേവുമായിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ അതിലും സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് വന്നത് ഒരിക്കൽ ഞാൻ സെമിനേരിയനായിരിക്കുമ്പോൾ വടക്കേന്ത്യയിലെ ഒരു കുഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ബ്രദേഴ്സ് എന്ന് പറയുന്നവർ അച്ഛന്മാരുടെ ഉടുപ്പൊക്കെ ഇട്ട്, വെളുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വില്ലേജിൽ കൂടി നടക്കാൻ പോകും കാറ്റുള്ള. അപ്പോൾ അവിടെയുള്ള ലോക്കൽ പീപ്പിൾ യൂസ് ടു കം ആൻഡ് ഗ്രീറ്റ് us, നമസ്തേ എന്നൊക്കെ പറയാമായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദം ഒരിക്കൽ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർജി ആപ്കാ ശുഭ് നാം ക്യാ ഹൈ, പേരെന്താണ്? അപ്പം ഞങ്ങൾ സെമിനേരിയിൽ ഞങ്ങൾ വീട്ടുപേരാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ പേര് വെളിപ്പറമ്പിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്, ഫോർട്ട് കൊച്ചിയിലുള്ള വെളിപ്പറമ്പിൽ. അപ്പം I told भाई साहब मेरा नाम ब्रदर വെളിപ്പറമ്പിൽ. ഓ സമझ गया ബ്രദർ ബിൾ 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 എന്നായിരുന്നു അയാളുടെ റിയാക്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പേരുമായിട്ട് ഞാനിങ്ങനെ മിഷണറി ആയപ്പോൾ രക്ഷയില്ലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദർ വാസ് എ ജർമ്മൻ പ്രീസ്റ്റ്, ഓൾഡ് മാൻ, ട്രാൻസ്ക്രൈബിങ് ക്രിസ്ത്യൻ നെയിംസ് ഇൻ ടു ഹിന്ദി സൗണ്ടിങ് നെയിംസ്. ഉദാഹരണത്തിന് മാത്യു എന്നുള്ള ഒരു പേരുണ്ടല്ലോ, മാത്യുവിൻ്റെ ദാറ്റ്സ് എ ഹീബ്രു നെയിം. അതിൻ്റെ അർത്ഥം ദൈവം കൊടുത്തത് എന്നാണ് മാത്യു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അച്ഛൻ അതിനെ പിടിച്ച് ദേവ് ദത്ത് എന്നാക്കി. അങ്ങനെ ഒരുപാട് പേരുകൾ അദ്ദേഹം ഉണ്ടാക്കി. ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു, ഹിന്ദി ക്രിസ്ത്യൻ നെയിംസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റൂട്ട് പിടിച്ച് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത വാക്കുകളായി. അതിൽ നിന്നാണ് ഞാൻ ഈ അമൽദേവ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത്.
അത് കഴിഞ്ഞിട്ട് സാറ് ഇത് പഠിച്ചിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ടാണോ ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാണോ ഈ സിനിമയുടെ ഓഫർ? അതെ അതെ, പഠിച്ചു കഴിഞ്ഞിട്ട് ഇല്ല, അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ കഥ തീരുന്നില്ല. അവിടെ മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയ ജോലി ഫ്ലഷിംഗ് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു സബർബാണ്. ഫ്ലഷിംഗ് ന്യൂയോർക്കിൽ ക്വീൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ക്വീൻസ് കോളേജ് ഇസ് റൺ ബൈ ദി ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി. അപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നത് ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി. അപ്പോൾ എനിക്കവിടെ ഒരു ചെറിയ ജോലി കിട്ടി ആസ് എൻ ഇൻസ്ട്രക്ടർ ഓഫ് മ്യൂസിക് ടു നോൺ മ്യൂസിക് മേജേഴ്സ്. അങ്ങനെ ഞാനവിടെ മ്യൂസിക് പഠിപ്പിക്കുകയായിരുന്നു. ക്വീൻസ് കോളേജ് ഫ്ലഷിംഗ്. ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ ഫ്ലഷിംഗ് ന്യൂയോർക്കിലേക്ക്? അപ്പോൾ ഞാൻ ആ പടെ 5 അടി 2 ഇഞ്ച് ചെയ്തു. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പിള്ളേരൊക്കെ 6 അടി ടോൾ അമേരിക്കൻസാണ്. ഞാൻ വിചാരിച്ചു, ഇതെന്ത് കളി, ഇത് സീരിയസ് ആകുമെന്ന് വിചാരിച്ചിട്ട് അന്ന് മുതലാണ് ഈ താടി വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഐ ടോട്ട് ദർ ഫോർ നിയർലി 2 years. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഈ ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ചെയർമാൻ മിസ്റ്റർ സോൻസ്, ഐ ഫോർഗോട്ട് ഹിസ് നെയിം, he opens the door and says, "Boys, we have run out of money. So from tomorrow onwards, do not come to teach." എത്രയേ ഉള്ളൂ, കൊടിയുമില്ല, വടിയുമില്ല, വെടിവെപ്പുമില്ല, ജൈവലിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ എന്നെക്കാളും സീനിയറായിട്ട് 7 കൊല്ലം അവിടെ പഠിപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. ജാസ് മ്യൂസിക് പഠിപ്പിച്ചിരുന്ന സ്റ്റീവ് എൽമർ എന്ന് പറഞ്ഞ ഞങ്ങൾ വലിയ കൂട്ടുകാരായി. അവരെയൊക്കെ വെറുതെ വിത്തിൻ സെക്കൻഡ്സ് ദേ വർ ഡിസ്മിസ്ഡ്. സോ ഐ വാസ് ഓൾസോ ഡിസ്മിസ്ഡ്. ദെൻ ഐ തോട്ട് ഐ വുഡ് സ്റ്റാർട്ട് ഏർണിംഗ് സം മണി ബൈ ടീച്ചിങ് children to play the piano in their homes. So I had a beat up Volkswagen car. I had bought it for a mere $300. So I was like buying a car for 300 rupees in those days. But it was a wonderful car. Volkswagen Beetle ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഒരു വണ്ടിൻ്റെ ഷേപ്പ്. കാണാൻ അരക്കാശിനുള്ളതായിരുന്നില്ലെങ്കിലും it never failed on me. It always ran. So I used to go to different families and I used to teach piano. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇതിനാണോ ഞാൻ അമേരിക്കയിൽ കൊച്ചുങ്ങളെ പിയാനോ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ I myself decided to return to India, hopefully to Bombay. ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ നീ കിളവനായി, വേഗം കല്യാണം കഴിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ച് കല്യാണം കഴിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ my wife became pregnant. So somebody told me, you better go to Bombay and get a job. I said, no, not with my wife in this condition, I will not go. അങ്ങനെ ഞാൻ കേരളത്തിൽ ഒതുങ്ങി. അപ്പോഴാണ് എനിക്ക് നവോദയ അച്ഛൻ്റെ സൈഡിലേക്ക് ചാൻസ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മലയാള സിനിമാ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള സിനിമയാണ്. ഫാസിൽ സാറിൻ്റെ സിനിമ. മഹാനടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ. അതുപോലെ മഹാസംഗീതജ്ഞൻ ജെറി അമൽദേവിനെ മലയാളത്തിന് സമ്മാനിച്ച സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും മാ എന്നുള്ള അക്ഷരത്തിലാണ്. മിഴിയോരം, മഞ്ഞിൽ മഞ്ചാടിക്കൊന്നിൽ, മഞ്ഞണിക്കൊമ്പിൽ. ഇതിൽ താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ പൊഴിഞ്ഞ കനവായി സ്വയം ഞാനൊതുങ്ങിടാ. അഴകേറുമീ വനാന്തരം മിഴിനീരുമായ്ക്കുമോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയും കൂടി ഞാൻ പറയാം. അതായത് ഞാൻ എങ്ങനെയോ അവിടെ ചെല്ലുന്നു. അപ്പോൾ നവോദയപ്പച്ചൻ എന്നോട് നവോദയപ്പച്ചൻ പറഞ്ഞു, ഇവിടെ കുറേ പിള്ളേരുണ്ട്, അവരെന്തോ സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എൻ്റെ മകൻ എൻ്റെ അകത്തൊരു പങ്കുണ്ട്. അവൻ പറയുന്നു, ഈ തച്ചോളിയം പൂവിനെയൊക്കെ കൊണ്ട് നമ്മൾ എത്ര നാളും തലവെച്ചുകൊണ്ട് നടക്കും അപ്പച്ചാന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞിടാ മണ്ട, നസീർ സാറും ഷീലയൊന്നും ഇല്ലെങ്കിൽ ആരും ആ സിനിമ കാണാൻ വരില്ല, മണ്ടത്തിലൊന്നും പറയണ്ട. അപ്പോൾ ഏതായാലും ഇവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു ചെറിയ പടമെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജെറി അങ്ങ് ചെന്നിട്ട് നോക്കാം, അവർ പറയുന്നത് പോലെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഫാസിലുണ്ട്, ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, ഒരു മധു മുട്ടം എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നു. ഇനി ഇവരൊന്നും ഞാൻ അറിയില്ല. ഏതായാലും ഫാസിൽ എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ ഒരു പെൺകുട്ടി ഒരാൾ ജീപ്പ് ഓടിച്ച് പോകുമ്പോൾ വിളിക്കുന്നുണ്ട്, ഒരു വിളി. അപ്പം അങ്ങനെ ഒരു പാട്ട് വേണമല്ലോ എന്ന് ഞാൻ ചോദിച്ചു, എങ്ങനത്തെ വിളിയാണ്? അല്ലടാ തൊമ്മച്ച ഇങ്ങോട്ട് പോവാ, അങ്ങനത്തെ വിളിയാണ്. അല്ല അങ്ങനെയല്ല. അപ്പോൾ ജിജോ പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ, അങ്ങനെ ഒരു വിളി വിളിക്കാമോ? ഓ, ഞാൻ പറയാനുണ്ട്, ഒരു വിഷമമില്ല. മുക്കുറ്റിപ്പൂവേ, മുക്കുറ്റിപ്പൂവേ. അപ്പോൾ ഇത് കൊള്ളാം, ഈ വിളി കൊള്ളാം. അപ്പോൾ പിച്ചു അവിടെ ഇരിക്കാൻ. പിച്ചു പറയാം, അയ്യോ മുക്കുറ്റിപ്പൂവെന്ന് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് കഥയാണ്. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, അങ്ങനെ മഞ്ഞണിക്കൊമ്പിൽ ഉണ്ടായ വഴി ഇങ്ങനെയായിരുന്നു. ഈ മുക്കുറ്റിപ്പൂ കൊണ്ടുവന്ന് രക്ഷപ്പെട്ടു. ആ പാട്ട് അത് പാടും. ഒരു ചെറുകുളിരലയിളകി നിന്നോമൽ കരളിൽ, മഞ്ഞളിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവേ, ഇണയരികിൽ തുണയരികിൽ സിന്ദൂരക്കുരുവി, മഞ്ഞളിക്കൊമ്പിൽ. ബിച്ചു സാറിൻ്റെ വരികളാണ് ആദ്യം സിനിമയ്ക്ക് വേണ്ടി സാർ ചിട്ടപ്പെടുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു ഹിന്ദി ആൽബം യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ അടങ്ങിയത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അത് യൂട്യൂബിലോ ഒന്നും തപ്പിയിട്ട് ആ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നില്ല. അത് ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാനവിടെ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു ഗോവാണി എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ഫാക്ടറി ഉടമ, അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ പിയാനോ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം എന്നോട് ചോദിച്ചു, ജെറി ഒരു പാട്ട് പാടാമെന്ന് വെച്ചാൽ. അവൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പാട്ട് പാടാമല്ലോ. ഞാനൊരു പാട്ട് പാടി. ഞാൻ ആ പിയാനോ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാട്ട് പാടി, ഹസാർ യാദേ ജവാൻ കർനാ, ഹസാർ യാദേ ജവാൻ കർനാ, വിരാ ഫിസായേ ബഹാർ കർനാ. ഏതാ പാട്ട്? പ്രകാശനാളം അല്ലേ? ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ഹിന്ദിയിൽ കമ്പോസ് ചെയ്യാൻ കാര്യം, മിസ്റ്റർ ഗോവാനി ആസ്റ്റ് മീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാനിത് പാടി, ഹിന്ദിയിലാണ് പാടിയത്. അപ്പം അദ്ദേഹം, ഓ നൗഷാദ് സാഹിബിൻ്റെ ഒന്നാം തരം പാട്ടാണല്ലോ, എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സർ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുക. ഇത് നമുക്ക് പുറത്തിറക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു പ്രോജക്റ്റ് ഇട്ടു. ഈ സെഡ്, ഐ വിൽ ഫൈനാൻസ് യു, യു കോൾ യുവർ നാട്ടുകാരൻ യേശുദാസ്. ഇപ്പോൾ അവിടെ ഹിന്ദിയിൽ ചിച്ചോർ എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കരമായിട്ട് പേരെടുത്തിരിക്കുകയാണ്. ഏത് പാട്ടാണ്? ഗോരി തെരാ നാം തെരാ പ്യാരാ मैं तो गया मारा आगे बढ़ा എക്സെട്ര. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഐ പ്രിഫർ മുഹമ്മദ് റഫീ കൊണ്ട് പാടിക്കായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ സെറ്റ് നോ, സിൻസ് ദിസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ്
it will be, first of all, it will be very too costly for us to handle Bombay. It is better that you work with Yesudas. അങ്ങനെ ഈ പ്രോജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ 8 പാട്ടുകൾ ആത്മാ കി ആവാസ് എന്നാണ് ആ റെക്കോർഡിൻ്റെ പേര്. അത് മിസ്റ്റർ ഗോവാണിയുടെ പേരാണ്. ആത്മാ കി ആവാസ്, ആത്മാവിൻ്റെ ശബ്ദം എന്നുള്ളൊരു പേരിട്ടിട്ട് ഹിന്ദി പാട്ടുകൾ ഞാനുണ്ടാക്കി. അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മദ്രാസിൽ വന്നു. യേശുദാസിനോട് നേരത്തെ ഞങ്ങളവിടെ ന്യൂയോർക്കിൽ വെച്ച് കാണാനിടയായപ്പോൾ ഈ കാര്യം പറഞ്ഞു. ഹി റെഡിലി അഗ്രീഡ്. അങ്ങനെയാണ് ആ റെക്കോർഡ്. അതിൽ നിന്ന് ചില പാട്ടുകൾ ഞാൻ മലയാളത്തിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അന്ന അന്ന ജാന അന്ന അന്ന ജാന നന്ന ശർമാന ഓ നന്ന ശർമാന നന്ന മില കെ ദിൽ മില. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാണം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാണം കുന്നിലോടി വാ. ഈ ട്യൂണ് മിസ്റ്റർ പ്രിയദർശന് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടായിരുന്നു പുന്നാരം ചൊല്ലിയിൽ ഇതാണ് അത്തപ്പൂന്നുള്ളി എന്ന് ഓവൻ സാർ വീണ്ടും എഴുതിച്ചു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിച്ചു തിരുമല സാറിൻ്റെ രചനയിലാണ് മലയാള സിനിമയിൽ ജെറി സാറിൻ്റെ പാട്ടുകൾ നമ്മൾ ആദ്യം കേട്ടു തുടങ്ങുന്നതെങ്കിലും പിന്നീട് ONV സാറിൻ്റെ രചനയിൽ, അതുപോലെ P. ഭാസ്കരൻ സാറിൻ്റെ പാട്ടുകൾ, ജയേട്ടൻ പാടിയ എല്ലാം ഓർമ്മകൾ എന്നേ കുഴിയിൽ മൂടി എല്ലാം ചിരഞ്ജീവികൾ എല്ലാം ഓർമ്മകൾ എന്നെ കുഴിയിൽ മൂടി പാഴ്കുഴിയിൽ മൂടി എല്ലാം ചിരഞ്ജീവികൾ. ജാനകിയമ്മയും ജയേട്ടനും കൂടെ പാടി. ജാനകിയമ്മയും ജയചന്ദ്രനും കൂടി പാടി. അതുപോലെ തന്നെ പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രമുഖരായ കവികളും സാറിൻ്റെ ഈണത്തിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറയാനാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത്. കാര്യം എഴുതി പാട്ടുകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് സോങ്സ് സാർ എപ്പോഴും സാറിൻ്റെ ട്യൂണുകൾക്കാണ് കവികൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ONV സാർ എഴുതിയ പുന്നാരം ചൊല്ലി വേറെയും പാട്ടുകളുണ്ട്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഫാസിൽ സാറിൻ്റെ തന്നെ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമയിലൂടെയാണ് കൈതപ്രം എന്ന ഗാനരചയിതാവ് മലയാളത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് ആദ്യമായിട്ട് ജെറി സാറിൻ്റെ ഈണത്തിലാണ് കേൾക്കുന്നത്. അതിൽ ദേവദുന്ദുഭി സാന്ദർലയം അത് എഴുതിയതിന് ശേഷം കമ്പോസ് ചെയ്ത പാട്ടാണ്. അതോ ദേവദുന്ദുഭി എഴുതിയതിന് ശേഷമാണോ? അല്ല, ട്യൂണിന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കഥയും കൂടി പറയാം. ഈ ഇത് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടെന്നുള്ള സിനിമയിൽ നിറച്ചും ക്രിസ്ത്യാനികളാണ്. അച്ഛനുണ്ട്, പള്ളിയിൽ വികാരി അച്ഛനും, പിന്നെ കപ്പിയാരുണ്ട്, പിന്നെ കുർബാന കാണാൻ പോകുന്ന ഈ ഞൊറിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട അമ്മുമ്മയുണ്ട്. എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ ഫിലിമോടുകൂടി ഒരു ക്രിസ്ത്യൻ മ്യൂസിക് ഡയറക്ടറായിട്ട് അങ്ങനെ മാറി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് എന്നെന്നും കണ്ണേട്ടൻ്റെ എന്നുള്ള സിനിമ വേണമെന്ന് ഫാസിൽ പറഞ്ഞു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, ജെറി സൂക്ഷിക്കണം, നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കളറൊന്നും ഇതിൻ്റെ അകത്ത് വരണ്ട, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ദ സ്റ്റോറി ഈസ് കംപ്ലീറ്റ് നായർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഗാധിഷ്ഠിതമായിട്ട് പോവുകയായിരിക്കും സേഫ് എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ കൂടിയാണ് ഈ പാട്ട് എൻ്റെ ഒരു സിറ്റുവേഷൻ വന്നത്. ഈ പാട്ടിന് 2 സിറ്റുവേഷൻ. ഒന്ന് വളരെ ലൈറ്റായിട്ട് ഈ പയ്യൻ കോളേജിലോ സ്കൂളിലോ ഒരു നാടകം അഭിനയിപ്പിക്കുന്നു പിള്ളേരെ കൊണ്ട്, അതിൽ ഇയാൾ പാടുന്നുണ്ട്. പക്ഷേ ഇതേ പാട്ട് കുറേ കൂടി സീരിയസ് ആയിട്ട് ഒരു കൂടുതൽ ഇമോഷണലായിട്ട് വരുന്ന ഒരു സീക്വൻസിൽ വേണം. ഇങ്ങനെ അതിനു വേണ്ടിയാണ് ഞാൻ ലാ 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 ലീ ലാ ലീ ലാ 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 ലാ
ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം. ഈ പാട്ട് ആക്ച്വലി ഇതിന് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫർമേഷൻ വന്നത് കൈതപ്പുറം അതിന് ദേവദുന്ദുബി എന്നുള്ള ആ വാക്കുകളോടുകൂടി ഇട്ടപ്പോൾ ഈ സിമ്പിൾ ട്യൂൺ എന്നുള്ള ട്യൂണ് ദേവദുന്ദുബി എന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ടോ ആ ട്യൂൺ കയറിപ്പോയി. അപ്പോൾ ആ പാട്ടിൻ്റെ ശക്തി ആ ലിറിക്സിലാണ്. ആൻഡ് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ കൈതപ്പുറം ദാമോദരൻ. അതിൽ സാർ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. അത് ഒരു സ്കെയിലിൽ പോയിട്ട് അതിൻ്റെ മധ്യമശ്രുതിയിൽ നിന്നാണ് അതിൻ്റെ ചരണം, രണ്ടാമത്തെ ചരണം. ഉദാഹരണത്തിന് അപ്പോൾ ഇത് ഭീം പലാസി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ രാഗത്തിൽ നിങ്ങളെന്താ ആഭേരി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഞാൻ ആ ശ്രുതി ഭേദം വരുത്തിയിട്ട് സായിൽ നിന്ന് മായിലേക്ക് ഒന്ന് ചാടി അതിന് ശ്രുതിയാക്കുമ്പോൾ ഭാഗ്യശ്രീ എന്ന് പറയുന്ന ഒരു രാഗത്തിലേക്ക് പോകാൻ സാധ്യത ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ദേവതൊന്നും രചിക്കും നീഹാര ബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരഗതി മീട്ടും കച്ചപി വീണയായി കാലം. അപ്പോൾ ഈ സാൻസ്ക്രിറ്റിക് മലയാളം കൂടി വന്നപ്പോൾ ആ പാട്ട് എങ്ങോട്ടൊക്കെയോ പോയി. അഗെയിൻ കൈതപ്പുറത്തിൻ്റെയാണ് ആ പാട്ട്. എന്നാലും കൈതപ്പുറത്തെ അങ്ങനെ പദങ്ങൾ എഴുതാൻ പ്രചോദിപ്പിച്ച സാറിൻ്റെ സംഗീതത്തെയും നമ്മൾ നമസ്കരിക്കുന്നു. പിന്നെ ആ സിനിമയിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഫോക്കിൻ്റെ അംശം പൂവൊട്ടൊക്കെ കത്തിച്ച്. ഒരു കാവാലം സ്കൂളിലുള്ളൊരു പാട്ടാണ്. അതെങ്ങനെ വന്നു എന്ന് ഞാൻ ട്യൂണിട്ട് ഞാനാണെങ്കിലും, പക്ഷെ അതിൻ്റെ ഇത് പൂവൊട്ടക തട്ടിച്ചെന്നി പൂമഴ ട്യൂൺ ഇട്ടിട്ടാണ്. കൈയും വീശിയാമലൈമല പൂമല കയറി അങ്ങേ കൊമ്പത്തെ പെണ്ണിനോരുമ്മ കൊടുത്തു താൻ തോന്നി കാറ്റ് ഉമ്മ കൊടുത്തു താൻ തോന്നി കാറ്റ്. അവിടെയാണ് ലിറിക്സിനെ ഒരു കമ്പോസർ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ സൗന്ദര്യം. ഉമ്മ കൊടുത്തത് വളരെ ലൗഡറായിട്ട് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഉമ്മ കൊടുത്തു താൻ തോന്നി കാറ്റ്. അഗെയിൻ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക കോൺട്രാസ്റ്റ്, ഒരു വൺ സൈഡിൽ വളരെ ഹെവി സാൻസ്ക്രിറ്റിക് മലയാളം, ഇത് പൂവൊട്ടക തട്ടിച്ചിന് ഒരു നോർത്ത് മലബാറി കളർ ഉള്ള ബ്യൂട്ടിഫുൾ തിങ്. അപ്പോൾ അങ്ങനെ പലതും നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അതുപോലെ ഈ മലയാളത്തിലെ സംവിധായകരിൽ ഒരുപക്ഷെ ജെറി സാറിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകൻ ഫാസിൽ സാർ തന്നെയാണ്. നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ടിലെ പാട്ടുകൾ നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ സാർ പറഞ്ഞ പോലെ ഒരു കോറൽ മ്യൂസിക്കിൻ്റെ ഒരുപാട് അംശങ്ങൾ നമ്മുടെ പള്ളിയിൽ പാടുന്ന ഒരു ആരാധന അങ്ങനെ പാട്ടുകൾ സംഗീതമേ വരൂ ആക്ച്വലി ഇത് എൻ്റെ കോമ്പോസിഷനല്ല, ഇറ്റ്സ് എ വെസ്റ്റേൺ സോങ് കോമ്പോസിഷൻ എക്സിസ്റ്റ്. ഫോർ എക്സാമ്പിൾ fall on your knees, oh hear the angel voices. Oh no, അപ്പോൾ ഐ സിംപ്ലി ഫാസിൽ സാർ ഒരു ക്രിസ്മസ് സീക്വൻസ് ഉണ്ട്, അതിനൊരു ആപ്റ്റായിട്ടുള്ള ക്രിസ്ത്യൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടുള്ള ക്രിസ്മസ് സീക്വൻസ്. അവിടുന്ന് മറ്റൊരു പാട്ടിലേക്ക് പോകും, ലാത്തിരി പൂത്തിരി. എൻ്റെ തുടക്കത്തിലാണിത് വരുന്നത്. തുടക്കത്തിൽ ഇത് വെച്ചു, പിന്നെ അതിൻ്റെ പുറകെ അത് സൈലൻ്റ് നൈറ്റ് എന്നുള്ളത് വെച്ചു. അങ്ങനെ അവസാനം വല്ലാത്തിരി പൂത്തിരി പോയി. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ വെസ്റ്റേൺ കോമ്പോസിഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആധികാരികമായി അത് ശാസ്ത്രീയമായി പഠിച്ച ആളാണ്.
പക്ഷേ സാറ് അങ്ങനെ ഒരു ഉദ്യമം നടത്താഞ്ഞിട്ടാണോ ഒരു സിംഫണി പോലെ അങ്ങനെ ഒരു വെസ്റ്റേൺ കോമ്പോസിഷൻ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് സാറ് ചെയ്യാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ അതോ അതിനുള്ള ആഗ്രഹമുണ്ട്, സാഹചര്യം? പക്ഷെ പേടിയാണ്. ബിക്കോസ് സിംഫണി എന്നൊക്കെ പറയുന്ന കളിയും ചിരിയൊന്നും അല്ല. ഇത് ഹയസ്റ്റ് ഫോം ഓഫ് മ്യൂസിക്കൽ കോമ്പോസിഷൻ ദാറ്റ് വെസ്റ്റ് ഹാസ് ഡെവലപ്ഡ്. അപ്പോൾ അതിന് അതിൻ്റേതായ പെക്യൂലിയർ സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പല്ലവി, അനുപല്ലവി, ചരണമൊക്കെ ഉള്ളതുപോലെ ഈ സിംഫണി എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതോടൊപ്പം അത് ഹാർമോണിക് ലാംഗ്വേജ് ഓൾസോ, ഏത് കോഡിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ള വളരെ ക്ലിപ്തമായിട്ടും വ്യക്തമായിട്ടും എന്താ പറയുക, വളരെ സ്ട്രിക്റ്റായിട്ടും അവർ ഫോളോ ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ. അത് വെറുതെ ചുമ്മാ അങ്ങനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. എനിക്ക് ആഗ്രഹമുണ്ട്. ലെറ്റ്സ് ഹോപ്പ് വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. ഹ്യൂമറസായ പാട്ടുകൾ സാറ് പലതും സിനിമകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഭൂമി കറങ്ങുന്നുണ്ടോടാ എന്ന് പറഞ്ഞൊരു കള്ളുകൂടി പാട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് യേശുദാസ് സാറ് കൂടെ പാടിയിരിക്കുന്നത് അത് ആരാണെന്നുള്ളത്. ഒരു ആ വോയിസ് കേൾക്കുമ്പോൾ ഏതോ അന്നത്തെ ഒരു കോമഡി ആർട്ടിസ്റ്റ് പാടിയ പോലെയുണ്ട്. ഭൂമി കറങ്ങുന്നുണ്ടോടാ ഉണ്ടേ. അപ്പം ഞാൻ ഇത് ആരുടെ ശബ്ദം ഇത്? അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് സാക്ഷാൽ ബിച്ചു തിരുമലയാണ് ഇത് പാടിയിരിക്കുന്നത്. ബിച്ചുവാണ് എൻ്റെ പറയൽ മുഴുവൻ, ഈ പാട്ടിൻ്റെ തുടക്കവും ഈ ആൻസറും. അപ്പം സാറ് പറഞ്ഞത് നേരാടാ ആണ്, കള്ളടിക്കേട്ടല്ലേടാ, ഭൂമിക്കും ലെവലില്ല നമ്മക്കും ലെവലില്ല അല്ലയോടാ ആണേ. ബിച്ചു സാറും ജെറി സാറും തമ്മിലുള്ള കോമ്പിനേഷൻ എപ്പോഴും നമുക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ്, അറിയാമോ അത് കൂടെ? പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ ഹയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ ഹയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. അതുപോലെ സാറിൻ്റെ കോമ്പോസിഷൻസ് ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് വാണിയമ്മ. വാണിയമ്മ മഞ്ചാടിക്കുന്നിൽ ഒരുപാട് പാട്ടുകളുണ്ടെന്ന് സാറിൻ്റെ സംഗീതത്തിൽ വാണിയമ്മയുടെ. അതിൻ്റെ ഏറ്റവും ഒടുവിൽ മലയാളിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, മലയാളത്തിലെ പുതിയ സിനിമാ സങ്കല്പങ്ങൾക്ക് മാനം നൽകിയ സിനിമകളിലൊന്നാണ്. നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമ ഏകദേശം പറയുകയാണെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം, ആക്ഷൻ ഹീറോ ബിജു, ഇങ്ങനെയുള്ള 3-4 സിനിമകളാണ് മലയാള സിനിമയുടെ ജാതകം മാറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയിൽ ജെറി സാറിൻ്റെ സംഗീതം വേണം എന്ന് വളരെ നിഷ്കർഷിച്ച സംവിധായകനായിരുന്നു ശ്രീ എബ്രിഡ് ഷൈൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ സാറിൻ്റെ മനോഹരമായൊരു യുഗ്മഗാനമുണ്ട്. സിനിമ ന്യൂ ജനറേഷനിലാണെങ്കിലും 2 പഴയ ജനറേഷനിലുള്ള പാട്ടുകാരെ കൊണ്ടാണ് സാറ് പാടിച്ചത്. യേശുദാസ് സാറിനെയും വാണിയമ്മയും കൊണ്ട്. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ, വന്നു രണ്ടാളും ഇരുവരെ ഇവിടെ വരെ പോരേണം നീ കൂടെ ഇനി ഒഴുകാമൊരുവഴി. സിനിമകൾക്ക് വേഗത കൂടുന്നു, സിനിമയിൽ പാടി അഭിനയിക്കുന്ന പാട്ടുകൾ ഉണ്ടാവുന്നില്ല. അതൊക്കെ പുതിയ കാലത്തെ വ്യത്യാസങ്ങളാണ്. എങ്കിലും അത്തരം ഒരു സിനിമയിൽ പോലും ഇങ്ങനെ ഒരു മെലഡി പാട്ട് വന്നാൽ നല്ലതാണെങ്കിൽ നമ്മൾ മലയാളികൾ അംഗീകരിക്കും എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ആ പാട്ട്. പുന്നെല്ലിൻ കതിരു വിളഞ്ഞൊരു പൊന്നാര്യൻ പാടം, പുന്നെല്ലിൻ കതിരു വിളഞ്ഞൊരു പൊന്നാര്യൻ പാടം,
ഒരു ചെല്ലക്കളിയോടം പുന്നെല്ലിൻ കതിരു വിളഞ്ഞൊരു പൊന്നാര്യൻ പാടം. ഓണത്തിന് ചെയ്തതാണ്. അവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. ഇല്ലില്ല, നമ്മളിവിടെ എറണാകുളത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. ആ, സാറിന് പല പാട്ടുകളും നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ ട്യൂൺ ഓർമ്മ വരും. കാര്യം ഇത്തരം പാട്ടുകളൊരു പ്രത്യേകിച്ച് ഇത്തരം പാട്ടുകളൊന്നും പോപ്പുലർ അല്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. കുറച്ച് പാട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽസൊക്കെ പാടിയിട്ടുണ്ട്, ഇതൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും ജലസാറ് ഇത് ക്ലാസിക്കലായ മലയാളത്തിലെ മെലഡീസ് തന്നെയാണ്. അതുതന്നെയാണ് നമ്മളെല്ലാവരും വീണ്ടും പാടുന്നതും കേൾക്കുന്നതും. എന്തായാലും ഇങ്ങനെയൊരു സെഷനിലൂടെ ഇവിടെ ഇത്രയും സമയം സാറിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ വ്യക്തിപരമായി ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഒപ്പം ഈ അവസരത്തിന് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിൻ്റെ എല്ലാവരോടും, പ്രതിഭയോടും എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു. അതുപോലെ ഇത്ര സുന്ദരമായ ഒരു സദസ്സ്, ഇവിടെ പല വിഷയങ്ങളിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നതിനോടൊപ്പം സംഗീതത്തിന്, അതും ശുദ്ധ സംഗീതത്തിന് ഇത്രയും സമയം നീക്കിവെച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. 1000 കണ്ണുമായി കേൾക്കാണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റുപാടാം. 500 പേരുണ്ടെങ്കിൽ 1000 കണ്ണാവുള്ളൂ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലത്തെ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലത്തെ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഉള്ളുമലേ നീ വരും നാടുമെണ്ണീരുന്നു ഞാൻ, പൈങ്കിളി മലത്തെ കിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി. താങ്ക് യു. ജെറി അമൽദേവ് സാറിനെ ആദരിക്കുവാൻ വേണ്ടി പ്രസന്ന വർമ്മയും ശ്രീ പ്രദീപ് മാഷിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം KRAയുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം കൈമാറുവാനും അഭ്യർത്ഥിക്കുന്നു.